ടാഗോറിൻ്റെ എഡിറ്ററാണ് നമ്മൾ അടുത്ത വർക്ക് എന്ന് പറയുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ ഒരു പോയിറ്റാണ്, നോവലിസ്റ്റാണ്, പ്ലേ റൈറ്റാണ്, ഫിലോസഫറാണ്. അദ്ദേഹമായിരുന്നു ഫസ്റ്റ് ഏഷ്യൻ നൊബേൽ ലോറേറ്റ് ഇൻ ലിറ്ററേച്ചർ. അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ഗീതാഞ്ജലിക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയത് 1913. ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സോങ് ഓഫറിങ്സ് എന്നാണ് കേട്ടോ. അദ്ദേഹം തന്നെയാണ് അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്, ബംഗാളിൽ നിന്ന്. മറന്നു പോകരുത്, ഗീതാഞ്ജലി എന്നുള്ള പേരും നൊബേൽ പ്രൈസ് കിട്ടിയ വർഷവും മറന്നു പോകല് കേട്ടോ. ടാഗോറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. അദ്ദേഹം നമുക്ക് പഠിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിക്കകത്ത് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹം ഡീൽ ചെയ്യുന്നത്. ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചും, പിന്നെ കുറച്ച് മോറൽ ആൻഡ് ഫിലോസഫിക്കൽ തീംസ്, കുറച്ച് സ്പിരിച്വാലിറ്റിയും കാണും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിക്കകത്ത് വരുന്ന തീംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് എഡിറ്റർ എന്നുള്ള വർക്ക് എന്ന് പറയുന്നത് ഒരു അച്ഛനും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഈഗോ, അംബീഷൻ, ഈ ഇൻ്റലക്ച്വൽ പ്രൈഡ്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. അതായത് ഒരു മനുഷ്യൻ്റെ ട്രാൻസ്ഫർമേഷൻ. ഈ ഫേമസ് ആകുമ്പോൾ നമ്മൾ ഇമോഷണൽ ബോണ്ടൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ലവ് ആൻഡ് ഹ്യൂമാനിറ്റിയെ നമ്മൾ എങ്ങനെ റീഡിസ്കവർ ചെയ്യുന്നു, ഈ വക കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. സോ അച്ഛനും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. മകൾ എന്ന് പറയുമ്പം പ്രഭ എന്നാണ്, PROBHA എന്നാണ് കേട്ടോ സ്പെല്ലിങ് വരുന്നത്. ഫാദർ ആൻഡ് ഡോട്ടർ റിലേഷൻഷിപ്പാണ്. ഡോട്ടറിൻ്റെ പേര് പ്രഭ. അപ്പം നറേറ്റർ എന്താണ്, ഈ ഒരു നറേറ്റർ എന്ന് വെച്ചാൽ നറേറ്റർ അഡ്മിറ്റ് ചെയ്യുവാണ് ദാറ്റ് വൈൽ ഹിസ് വൈഫ് വാസ് എലൈവ്, അദ്ദേഹത്തിന് വലിയ അറ്റൻഷനൊന്നും അദ്ദേഹത്തിൻ്റെ ഡോട്ടറായിട്ടുള്ള പ്രഭയ്ക്ക് കൊടുക്കാൻ സാധിച്ചില്ല. ഓക്കെ, വളരെ ടെമ്പററി ആയിട്ടും കാഷ്വൽ ആയിട്ടുമുള്ള ഒരു റിലേഷനായിരുന്നു മകളുമായിട്ടുണ്ടായിരുന്നത്. അപ്പം ആ വൈഫിനെയാണ് കൂടുതൽ ഇമോഷണലി ഇദ്ദേഹം, ഹസ്ബൻഡ് അല്ലെങ്കിൽ അച്ഛൻ, ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. മോളുടെ അടുത്തല്ല. മോളുടെ അടുത്ത് വൈഫ് ഉള്ളതുകൊണ്ട് മോളുടെ കാര്യങ്ങൾ വൈഫ് നോക്കുന്നുണ്ട്. ഇദ്ദേഹം, അച്ഛന് വലിയ റോളൊന്നും ഇല്ലായിരുന്നു. ഒരു കാഷ്വൽ റിലേഷൻഷിപ്പായിരുന്നു. ഭയങ്കര ഡീപ്പായിട്ടുള്ള ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു ഭാര്യ മരിക്കുന്നതിന് മുന്നേ വരെ. വൈഫിൻ്റെ ഡെത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും സെൻട്രലായിട്ട് മാറുന്നൊരു ക്യാരക്ടറാണ് മകളായിട്ടുള്ള പ്രഭ. അപ്പം മകള് ആ ഏജിനപ്പുറം തന്നെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ മെച്യൂരിറ്റി കുഞ്ഞിലെ തൊട്ടേ കാണിച്ചിരുന്നു വൈഫിൻ്റെ മരണത്തിന് ശേഷം. അപ്പോൾ ഈ കുട്ടിയാണ് പിന്നീട് അച്ഛനെ കെയർ ടേക്ക് ചെയ്യുന്നത്. അപ്പം പ്രഭ എന്ന് പറയുന്ന ഒരു കെയർ ഗിവറായി മാറുകയാണ്. അച്ഛന് ഫുഡ് കൊടുക്കുന്നു, ഡ്രസ്സ് കൊടുക്കുന്നു, ഹൗസ് ഹോൾഡെല്ലാം മാനേജ് ചെയ്യുന്നു. ആൻഡ് പ്രഭ അച്ഛനെ ഒരു ഡോള് പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇന്നസെൻറ്റ് ലവ് ആൻഡ് ഡിവോഷനൊക്കെ കാണിച്ച്. അച്ഛൻ എന്താണ്, അവളുടെ ഫ്യൂച്ചറിനെ കുറിച്ചും മാരേജിനെ കുറിച്ചും ഡൗറിയെക്കുറിച്ചുമായിരുന്നു അച്ഛൻ്റെ ആൻസൈറ്റി ഫുള്ള്. അപ്പോൾ അച്ഛൻ കൂടുതലും മണി ഏൺ ചെയ്ത് ഈ കുട്ടിയെ നല്ലൊരു ഫാമിലി ലൈഫ് കൊടുക്കണം എന്നും പറഞ്ഞ് ഫോക്കസ് ചെയ്തുകൊണ്ട് മാറി. ആ മനുഷ്യൻ അങ്ങനെ അങ്ങ് മാറി. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ കോമഡി വർക്ക്സ് ഒക്കെ എഴുതാൻ തുടങ്ങി, റൈറ്റർ ആവാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഫേമസ് ആവാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ റെക്കഗ്നീഷനൊക്കെ കിട്ടി. പക്ഷെ പൈസ മാത്രം വലുതായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇദ്ദേഹം റൈറ്റിങ്ങിനോട് ഭയങ്കര ഒബ്സഷൻ വന്നു. എങ്ങനെയെങ്കിലും എഴുതി പൈസ നേടണം. പക്ഷേ അയാൾ ഫേമസുമായി നല്ല റെക്കഗ്നീഷനൊക്കെ എല്ലാവരുടെ അടുത്ത് നിന്ന് കിട്ടിയപ്പം എഴുത്തൊരു ഒബ്സഷനായിട്ട് മാറി ഇദ്ദേഹത്തിന്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, ഭയങ്കര ഇറിറ്റബിളും ഹാർഷുമായിട്ട് മാറി. ആരുടെ അടുത്ത്, മകളുടെ അടുത്ത്. പ്രഭയുടെ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. ലവ് എന്നുണ്ടായിരുന്ന ആ ഇമോഷൻ നെഗ്ലക്റ്റിലോട്ട് ഷിഫ്റ്റായി. അപ്പോൾ പ്രഭ എന്ത് ചെയ്തു, ഭയങ്കര സൈലൻ്റായി, ഹേർട്ടായി, വിഡ്രോ ചെയ്തു. എന്ന് വെച്ചാൽ വിഡ്രോൺ ആവുകയെന്ന് വെച്ചാൽ ഉൾവലിഞ്ഞു പോയി ഈ ഒരു പെൺകുട്ടി. അദ്ദേഹത്തിന് ഒരു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററായിട്ട് ജോലി കിട്ടി. ആൻഡ് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, രണ്ടുപേരുമായിട്ട് വഴക്കുമായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് കുറച്ചുകൂടി അഗ്രസീവും സറ്റേറിക്കലും ഭയങ്കര ഈഗോ ഡ്രിവൺ ആവാൻ തുടങ്ങി. അപ്പോൾ ഒരു റൈവൽ ന്യൂസ് പേപ്പർ ഇദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്തിരുത്തി. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ മാറി ഇദ്ദേഹത്തിനെക്കുറിച്ചുള്ള. ഇദ്ദേഹത്തിൻ്റെ ഫെയിമും റെസ്പെക്റ്റും കോൺഫിഡൻസും എല്ലാം ഇദ്ദേഹത്തിന് നഷ്ടമായി. അങ്ങനെ ഇദ്ദേഹം എംപ്റ്റി ആൻഡ് വളരെ ഡിപ്രസ്ഡ് ആവാൻ തുടങ്ങി ആളുകളുടെ ആ ഒരു റെക്കഗ്നേഷൻ പോയപ്പോൾ. പ്രഭയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ആയി അച്ഛനുമായിട്ട്. അച്ഛനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി, അച്ഛനെ പേടിയാവാൻ തുടങ്ങി. ഈ ഒരു നെഗ്ലക്റ്റിൽ നിന്ന് തുടങ്ങിയൊരു ഇമോഷണൽ ഡാമേജ് ആണ്. അങ്ങനെ വൺ ഈവനിങ് പ്രഭ പതുക്കെ അച്ഛനെ ഫാദർ എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഹാൻഡിൽ ടച്ച് ചെയ്തു, എന്നിട്ട് ഫോർഹെഡിലും ടച്ച് ചെയ്തു. ഈ ഒരു മൊമെൻറ്റ് അദ്ദേഹത്തിനുള്ളിൽ ഒളിഞ്ഞു കിടന്ന അല്ലെങ്കിൽ ബറി ചെയ്തിരുന്ന അഫെക്ഷനെ ഉണർത്തി. അദ്ദേഹം ആ സമയത്താണ് ഡിസ്കവർ ചെയ്യുന്നത്. അതായത് അദ്ദേഹം മകളും കൂടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം മകൾ ഉറങ്ങുവാണ്. മകൾ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, അച്ഛൻ വന്ന് നെറ്റിയിൽ തൊട്ട് നോക്കുന്നു, കയ്യിൽ പിടിക്കുന്നു. അപ്പോൾ മകൾക്ക് ഫീവർ ആണെന്ന് അച്ഛൻ അറിയുന്നു. പതുക്കെ ഈ കുട്ടി അച്ഛനെ ഫാദർ എന്ന് വിളിക്കുന്നു. അപ്പോൾ പ്രഭയ്ക്ക് പനിയാണെന്നും കുട്ടി
അച്ഛൻ്റെ ആ ഒരു കെയർ അന്വേഷിച്ച് വന്നതാണെന്നും ഇദ്ദേഹത്തിന് മനസ്സിലായി. ആൻഡ് ഹി റിയലൈസസ് ദാറ്റ് ഇദ്ദേഹം ഒരു അച്ഛൻ എന്ന രീതിയിൽ ഫെയിലർ ആണെന്നും അദ്ദേഹത്തിന് ആ സമയത്ത് മനസ്സിലായി. അദ്ദേഹം എല്ലാ ന്യൂസ് പേപ്പേഴ്സും ബേൺ ചെയ്തു. റിവെഞ്ചിന് വേണ്ടി ആ റൈറ്റിംഗ് വരെ ഇദ്ദേഹം ഗിവപ്പ് ചെയ്തു. അങ്ങനെ ഇദ്ദേഹം തിരിച്ച് ലവ് ആൻഡ് ഹ്യൂമാനിറ്റിയിലോട്ട്, അല്ലെങ്കിൽ മകളുടെ അടുത്ത് തിരിച്ച് റിട്ടേൺ ചെയ്യുവാണ്, ഈഗോയും പ്രൈഡും എല്ലാം മാറ്റിവെച്ചിട്ട്. ഇതാണ് സ്റ്റോറി എന്ന് പറയുന്നത് ദ എഡിറ്റർ. പിന്നെ അത് അച്ഛൻ്റെ കഥാപാത്രം ദ ഫാദറിനെ പറയുന്നുള്ളൂ. ഫാദർ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ നറേറ്റർ. ഇനിഷ്യലി വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ഭയങ്കര അംബീഷ്യസ് ആണ്, ഈഗോയിസ്റ്റിക് ആണ്. ഫൈനലി അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് റിയലൈസ് ചെയ്യുന്നു, തിരിച്ച് മകളുടെ അടുത്ത് തിരിച്ചു വരുവാണ്. അതെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഫെയിമും റെക്കഗ്നീഷനും കിട്ടുമ്പോൾ എന്തു പറ്റി, പ്രയോറിറ്റീസ് എല്ലാം മാറി. പ്രഭ എന്ന് പറയുന്ന ക്യാരക്ടർ ലവിങ് ആൻഡ് കെയറിങ് ആണ്, സെൽഫ്ലെസ് ആണ്, ഇന്നസെൻ്റ് ആണ്, പക്ഷേ മെച്യൂർ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പ്യുവർ ലവിനെ അല്ലെങ്കിൽ ഇമോഷണൽ ട്രൂത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് പ്രഭ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചൈൽഡാണ് കെയർ ഗിവറായി മാറിയത്, അച്ഛനാണ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറിയത്. കുറച്ച് ഇപ്പോൾ എന്ത് ചെയ്തു, അച്ഛൻ പൈസ ഉണ്ടാക്കണം എന്നുള്ള പേരിൽ റൈറ്റിങ്ങിലോട്ട് തിരിഞ്ഞു. പക്ഷെ പിന്നീട് മകൾക്ക് വേണ്ടിയാണ് പൈസ ഉണ്ടാക്കാൻ ഇറങ്ങിയാലും മകളെ അങ്ങ് അദ്ദേഹം മറന്നു. അവസാനമാണ് എന്ത് ചെയ്തത്, ഒരു സഡൻ അവേക്കനിങ് അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഹ്യൂമൻ ബിഹേവിയറിനെ വളരെ റിയലിസ്റ്റിക്കലി നമ്മുടെ ടാഗോർ പോർട്രേ ചെയ്തിരിക്കുന്നതാണ് അല്ലേ. ആംബീഷൻ എങ്ങനെ നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ ഇമോഷണൽ നെഗ്ലക്റ്റ് എങ്ങനെ ഹാപ്പൻ ചെയ്യുന്നു നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഫെയിം എങ്ങനെയാണ് നമ്മുടെ റിയൽ റിലേഷൻഷിപ്പിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നത്. പ്രഭയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അവളുടെ ചൈൽഡ്ഹുഡാണ് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നത് ഈ അച്ഛൻ കാരണം അല്ലേ. പെട്ടെന്ന് തന്നെ ഒരു മെച്യൂരിറ്റി ആയ പോലെ ആ കുട്ടിക്ക് ഇതായി. പിന്നീട് അച്ഛൻ ലാസ്റ്റ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുന്നു. അപ്പം ഫെയിം എന്ന് വെച്ചാൽ ഇവിടെ ഫെയിം ആവുന്ന അല്ലെങ്കിൽ ഫേമസ് ആവുക എന്ന് വെച്ചാൽ ഇവിടെ ടെമ്പററി ആൻഡ് മീനിങ്ലെസ് ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലേ. അത് വലിയ അധികം നാൾ നിൽക്കുന്നില്ല. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ സ്റ്റഡിയാണ്. അതായത് പബ്ലിക് സക്സസ്സും പ്രൈവറ്റ് ഫെയിലറും തമ്മിലൊരു കോൺട്രാസ്റ്റാണ് അദ്ദേഹം ഇവിടെ കാണിക്കുന്നത്. പബ്ലിക്കിൽ അയാൾ സക്സസ്ഫുൾ ആയിരിക്കും, പക്ഷേ പ്രൈവറ്റ് ലൈഫിൽ അദ്ദേഹം ഫെയിലറാണ് അല്ലേ, അച്ഛൻ എന്ന രീതിയിൽ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് വളരെ ഡീപ്പായിട്ട് ഇമോഷണലി ഇമ്പാക്റ്റ് ആവുന്ന രീതിയിലാണ് ഇമ്പാക്ട്ഫുൾ ആവുന്ന രീതിയിലാണ് ടാഗോർ നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ഫിലോസഫി കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ലവ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ആംബിഷൻ. അതായത് ഹ്യൂമൻ റിലേഷൻഷിപ്പാണ് മോർ വാല്യുബിൾ ദാൻ ഫെയിം ആൻഡ് ഈഗോ. അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്.